നമസ്കാരം. എൻ്റെ പേര് ധനീഷ് എന്നാണ്. ഞാൻ കേരള ക്ഷേത്ര സമിതി സമിതിയുടെ കോതമംഗലം താലൂക്കിലെ ഏറ്റവും പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ മംഗളം ഭഗവതി ക്ഷേത്രത്തിന്റെ ദേവസ്വം സെക്രട്ടറിയാണ്. കേരളത്തിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മംഗളം ഭഗവതി ക്ഷേത്രം. ഇവിടെ നമ്മുടെ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിയാണ് ഇവിടുത്തെ ക്ഷേത്രതന്ത്രി. കൂടാതെ ഇവിടെ ബാലഭദ്ര രൂപത്തിലാണ് ദേവിയുടെ ശരിക്കുന്നത്. കൂടാതെ ഇവിടെ വടക്കഞ്ചൊവ്വ ഭഗവതി ക്ഷേത്രം കൂടെ ഉണ്ട്. അത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് പ്രധാനമായിട്ട് ക്ഷേത്രം തുറക്കുകയും അതിന്റെ വഴിപാട്. പിന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാനായിട്ട് നമ്മുടെ താലൂക്കിന്റെ നോമിനിയായിട്ടുള്ള മണിച്ചേട്ടൻ, പിന്നെ മുതിർന്ന ഇവിടുത്തെ കയ്യർത്താവായിട്ടുള്ള മണിച്ചേട്ടനുണ്ട്. അദ്ദേഹം ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മോട് വ്യക്തമായിട്ട് പറയുന്നത്. നമസ്കാരം, എൻ്റെ പേര് മണി എന്നാണ്. ഈ ക്ഷേത്രത്തില് 150 വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണ്. തലയേരി മനയുടെ കൈവശം ചെയ്യുന്ന ക്ഷേത്രം 83 കേരള ക്ഷേത്ര സമാപനത്തിലൂടെ റിസൾട്ട് വരികയും അവിടെ നിലവിലുള്ള കമ്മിറ്റി മാറി മാറി വന്ന് ഇവരെത്തുകയും ചെയ്യുന്നു. ഇവിടുത്തെ പ്രധാന മൂർത്തിയായ ബാലഭദ്രയാണ്. ഉപമൂർത്തികളായിട്ട് വടക്കഞ്ചൊവ്വ, ചാമുണ്ഡി, കണ്ഠകാളി, കൂടാതെ ശാസ്താവ്, ശിവൻ, യക്ഷസ്, ദുർഗസ്വഭാവമുള്ള യക്ഷി, ക്ഷേത്രപാലകൻ ഇവ ഉണ്ട്. കൂടാതെ ഇവിടെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് കളയെഴുത്തുംപാട്ട്, മുടിയേറ്റ്, വടക്കഞ്ചൊവ്വയിൽ വലിയ കുരുതി, ചെറിയ കുരുതി, 10ാമത് പൊങ്കാല, ഉപവാസ പരണിനാളില് കലങ്കരിക്കൽ പ്രധാന വഴിപാടാണ്. ഇവിടെ അവകാശികളായിട്ടുള്ളത് തങ്ങൾക്ക് 30 പ്രാവണിക്കായിരുന്നു. തലയേരി മനയുടെ വൈകിട്ട് 83 കേരള ക്ഷേത്രം കയറ്റം വരികയും തുടർന്ന് ഇതുവരെ വികസനങ്ങൾ എത്തുകയും ചെയ്തു. പിന്നെ അടുത്ത നടക്കാൻ പോകുന്ന നവചണ്ഡി യാഗമാണ്. കൊല്ലു മുഖാംബ ക്ഷേത്രത്തിൽ തന്ത്രി വന്ന് ചെയ്യുന്ന ചടങ്ങുകളാണ് ഇവിടെ പ്രധാന വഴിപാടായിട്ട് കാണുന്നത്. നമസ്കാരം. ഇവിടെ അയ്യപ്പനും ശിവനും നമ്മുടെ രക്ഷസും സർപ്പങ്ങളും ഉപദേവതകളായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ശാസ്താവിന്റെ അടയ്ക്കാണ്. ഇവിടെ പ്രാധാന്യം ഉള്ളതിന് അടുത്തത് നമ്മുടെ മഹാദേവനാണ്. ഇവിടെ ഉപദേവത ആയിട്ടാണ് ഇരിക്കുന്നത്. എവിടത്തെ പോലെ തന്നെ കൂളമാലയും പിൻവിളക്കും ഇതൊക്കെയാണ് ഇവിടത്തെയും പ്രധാന വഴിപാടുകൾ. നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ക്ഷേത്രപാലകന്റെ അടുത്താണ്. നമ്മുടെ ഉപദേവതകളിൽ ഒരാളായിട്ടുള്ള ക്ഷേത്രപാലനെ ഇവിടെ കുടിയിരുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നത് നമ്മുടെ രക്ഷസാണ്. എല്ലാ അമ്പലങ്ങളിലെയും പോലെയൊക്കെയും ഇവിടുത്തെ ഒരു രക്ഷസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ ദാമ്പത്തിക രക്ഷസാണ് ഇരിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാനം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രധാനമായിട്ട് രക്ഷസിന് മാല ചാർത്തുകയാണെങ്കിൽ നമ്മൾ ഒരു 3 ആഴ്ച അടുപ്പിച്ച് ആ മാല ചാർത്തുകയാണെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. അവിടുത്തെ രക്ഷസിന്റെ പ്രാധാന്യം എന്ന് ദാമ്പത്തിക രക്ഷസാണ്. 2 പേരും കൂടിയാണ് ഇരിക്കുന്നത്. അപ്പൊ മാലയാണ് ഇവിടെ പ്രാധാന്യം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാല സമർപ്പിക്കുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുമെന്നാണ് അതിന്റെ പ്രാധാന്യം. അടുത്തത് നമ്മുടെ നാഗരാജാവാണ്. എവിടത്തെ പോലെ തന്നെ നമുക്ക് ആയില്യ നാളിലെ ആയില്യ പൂജയ്ക്ക് 100 പാലുമാണ് പ്രാധാന്യം. അതും നമ്മുടെ ഉപദേവതയായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഉപദേവതകൾ. ഇതാണ് നമ്മുടെ മെയിൻ ക്ഷേത്രം. തങ്കളം ഭഗവതി ക്ഷേത്രമാണ്. ഭദ്രകാളിയാണ്. നമ്മുടെ ബാലഭദ്ര രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് കടുംപായസവും ദിവസപൂജ,
വിഭൂതി പുഷ്പാഞ്ജലികൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ മെയിൻ ഉത്സവമായിട്ട് വരുന്നത് നമ്മുടെ കുംഭഭരണി നാളിൽ 4 ദിവസം അശ്വതി ഭരണി രേവതി ഉത്സവമാണ്. കൂടാതെ നമ്മുടെ പ്രതിഷ്ഠാദിനം വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഇത് ക്ഷേത്രമാണ്. നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്ന ക്ഷേത്രമാണ്. നമ്മുടെ കോതമംഗലത്തെ ടൗൺ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന മെയിൻ ക്ഷേത്രമാണ്.